നമസ്കാരം. സണ്ണി സീഡ്സ് റാങ്ക് ബൂസ്റ്റർ സീരീസാണ് കറണ്ട് അഫേഴ്സിൻ്റെ അഭ്യാസകളരി. ഇത് ഓഡിയോ റിവിഷനാണ്. നമുക്ക് കേട്ട് പഠിക്കുക എന്നുള്ളതാണ്, റിപ്പീറ്റഡായിട്ട് കേൾക്കുക എന്നുള്ളതാണ്. കറണ്ട് അഫേഴ്സിനായതുകൊണ്ട് സ്ലൈഡ്സിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾ റിപ്പീറ്റഡായിട്ട് കേട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഓഡിയോ റിവിഷൻസ് ആകുമ്പോൾ ഒരുപാട് റിവിഷൻസും ഇടാനായിട്ടുള്ള ടൈമും കിട്ടും. മറ്റേ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ജാൻ, ഫെബ്, മാർച്ച് കറണ്ട് അഫേഴ്സ് മന്ത് വൈസ് പോകുന്നുണ്ട്. അത് സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്ത് അങ്ങനെ തന്നെ എടുക്കും. ഇത് ഓഡിയോ റിവിഷൻസ് ആണ്. പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഓഡിയോ റിവിഷൻസ് കേൾക്കാൻ പറ്റും. ഓക്കെ, ആദ്യത്തെ ചോദ്യം. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? മലയാളമാണ് നമ്മൾ പറയുന്നത്. മലയാളത്തിൽ 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം നേടിയത് പ്രിയ AS ആണ്. കൃതി ഏതാണ്? പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. ഒന്നുകൂടി പറയാം. പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന കൃതിക്ക് പ്രിയ ASനാണ് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒന്നുകൂടി 2023 കഥയാണ് നമ്മൾ പറയുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡിൻ്റെ കാര്യമാണ് പറയുന്നത്. ബാലസാഹിത്യ പുരസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആർക്കാണ് കിട്ടിയത്? പ്രിയ ASന്. ഏതാ കൃതി? പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. ക്ലിയർ. അടുത്ത ചോദ്യം. അക്ബർ കക്കട്ടിൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2023 അക്ബർ കക്കട്ടിൽ അവാർഡിന് അർഹനായത് ആരാണ്? 2023 അക്ബർ കക്കട്ടിൽ പുരസ്കാരം ആരാണ് നേടിയത്? സുഭാഷ് ചന്ദ്രനാണ്. ഏതാണ് കൃതി? അദ്ദേഹത്തിൻ്റെ നോവൽ സമുദ്രശില. സമുദ്രശില എന്ന നോവലിന് സുഭാഷ് ചന്ദ്രനാണ് അക്ബർ കക്കട്ടിൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2023 അക്ബർ കക്കട്ടിൽ അവാർഡ് ലഭിച്ചത്. ക്ലിയർ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന്, കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം 2023 മലയാളം നേടിയതാരാണ്? പ്രിയ AS ആണ്. ഏതാകൃതി? പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. രണ്ടാമത് നമ്മൾ പഠിച്ചത് അക്ബർ കക്കട്ടിൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2023 അക്ബർ കക്കട്ടിൽ പുരസ്കാരം ആരാണ് നേടിയത്? സുഭാഷ് ചന്ദ്രൻ. ഏത് കൃതിക്ക്? സമുദ്രശില. അടുത്തത്. ബുക്കർ സമ്മാന ജേതാവ് സൽമാൻ റുഷ്ദിയുടെ 2023 പ്രസിദ്ധീകരിച്ച പുസ്തകം വിക്ടറി സിറ്റി, വിജയ നഗരം. ഏതാണ്? വിക്ടറി സിറ്റിയാണ് സൽമാൻ റുഷ്ദിയുടെ 2023 പ്രസിദ്ധീകരിച്ച പുസ്തകം വിക്ടറി സിറ്റി, വിജയ നഗരം. അടുത്ത ചോദ്യം നോക്കാം. നമ്മൾ സുഭാഷ് ചന്ദ്രനെ കുറിച്ച് പറഞ്ഞത് എന്തിനായിരുന്നു? അക്ബർ കക്കട്ടിൽ ട്രസ്റ്റിൻ്റെ 2023 അവാർഡാണ് അദ്ദേഹത്തിന് കിട്ടിയത്. നോവൽ ഏതാണ്? സമുദ്രശില. ഒരു ചോദ്യം പഠിക്കാം. 2023 24ാമത് പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതും സുഭാഷ് ചന്ദ്രനാണ്. അപ്പോൾ സുഭാഷ് ചന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ 2023 അക്ബർ കക്കട്ടിൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. അതുപോലെ 2023 പത്മപ്രഭ സാഹിത്യ പുരസ്കാരം സുഭാഷ് ചന്ദ്രനാണ് ലഭിച്ചത്. ക്ലിയർ. അടുത്തത്. മുണ്ടൂർ കൃഷ്ണൻകുട്ടി സ്മാരക സമിതി ഏർപ്പെടുത്തിയ മികച്ച കഥാസമാഹാരത്തിനുള്ള 2023 പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? സാറ ജോസഫാണ്. മുണ്ടൂർ കൃഷ്ണൻകുട്ടി സ്മാരക സമിതി ഏർപ്പെടുത്തിയ മികച്ച കഥാസമാഹാരത്തിനുള്ള അവാർഡ് കിട്ടിയത് ആർക്കാണ്? സാറ ജോസഫിനാണ്. ഇന്ത്യയിൽ പ്രളയ സാധ്യതാ ഭൂപടം തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിൽ പ്രളയ സാധ്യതാ ഭൂപടം തയ്യാറാക്കുന്നത് ആദ്യ സംസ്ഥാനം കേരളമാണ്. എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന ഭക്ഷ്യ പരിശോധനാ ലാബുള്ള ആദ്യ സംസ്ഥാനവും കേരളമാണ്. രണ്ട് ചോദ്യങ്ങളാണ് പഠിച്ചത്. ഇന്ത്യയിൽ പ്രളയ സാധ്യതാ ഭൂപടം തയ്യാറാക്കുന്നത് ആദ്യ സംസ്ഥാനം കേരളമാണ്. എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന ഭക്ഷ്യ പരിശോധനാ ലാബുള്ള ആദ്യ സംസ്ഥാനവും കേരളമാണ്. അതുപോലെ വാഹനങ്ങളിൽ അമിത തീവ്രതയിലുള്ള ലൈറ്റ് പിടികൂടുന്നതിനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ഫോക്കസ്. ഓപ്പറേഷൻ ഫോക്കസ്. എന്നാൽ എന്താ? വാഹനങ്ങളിൽ അമിത തീവ്രതയിലുള്ള ലൈറ്റ് പിടികൂടുന്നതിനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഫോക്കസ്. സംസ്ഥാനത്ത് ആദ്യ ഓട്ടോമേറ്റഡ് ബീച്ച് ക്ലീനിംഗ് യന്ത്രം ഉപയോഗിച്ചത് എവിടെയാണ്? കൊല്ലത്താണ്. സംസ്ഥാനത്തെ ആദ്യ ഓട്ടോമേറ്റഡ് ബീച്ച് ക്ലീനിംഗ് യന്ത്രം ഉപയോഗിച്ചത് കൊല്ലത്താണ്. സംസ്ഥാനത്ത് ആദ്യമായി വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ കോഡിംഗ് പഠനം ഒരുക്കിയത് മലപ്പുറം ജില്ലാ പഞ്ചായത്താണ്. സംസ്ഥാനത്ത് ആദ്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ കോഡിംഗ് പഠനം ഒരുക്കിയത് മലപ്പുറം ജില്ലാ പഞ്ചായത്താണ്. മണ്ണുത്തി വെറ്റിനറി സർവകലാശാല വികസിപ്പിച്ച സങ്കരയിനം കോഴിയുടെ പേരെന്താ? ത്രിവേണി. മണ്ണുത്തി വെറ്റിനറി സർവകലാശാല വികസിപ്പിച്ച സങ്കരയിനം കോഴിയുടെ പേരാണ് ത്രിവേണി. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം ലഭിച്ച മികച്ച കോർപ്പറേഷൻ ഏതാണ്? കൊല്ലം കോർപ്പറേഷനാണ്. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം ലഭിച്ചത് കൊല്ലം കോർപ്പറേഷൻ. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ഇലക്ട്രോണിക് ഓഫീസ് ജില്ലയായി മാറിയത് കണ്ണൂരാണ്.
സംസ്ഥാനത്തെ സമ്പൂർണ്ണ ഓഫീസ് ഇലക്ട്രോണിക് ഓഫീസ് ജില്ല കണ്ണൂരാണ്. ഏത് സംസ്ഥാനത്തിൻ്റെ സമുദായ സംവരണമാണ് 2022 മാർച്ചിൽ സുപ്രീം കോടതി റദ്ദാക്കിയത്? തമിഴ്നാടിൻ്റെ. ആന്ധ്രാപ്രദേശിൽ പുതിയതായി വന്ന ജില്ലകളുടെ എണ്ണം 13 ജില്ലകൾ പുതിയതായി വന്നിട്ടുണ്ട്. 2022 ഏപ്രിൽ ഇന്ത്യ സന്ദർശിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ബോറിസ് ജോൺസൺ. സബർമതി സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കൂടിയാണ് ബോറിസ് ജോൺസൺ. 2022 ഏപ്രിലിൽ ഇന്ത്യ സന്ദർശിച്ച, അതായത് സബർമതി ആദ്യം സന്ദർശിച്ചതും അദ്ദേഹമാണ്. ആരാണ്? ബോറിസ് ജോൺസൺ. അടുത്ത ചോദ്യം നോക്കാം. 2022 മെയ്യിൽ സുപ്രീം കോടതി മരവിപ്പിച്ച ഇന്ത്യൻ പീനൽ കോഡിലെ വകുപ്പ് ഏതാണ്? 124A ആണ്. 2022 മെയ്യിൽ സുപ്രീം കോടതി മരവിപ്പിച്ചത് ഇന്ത്യൻ പീനൽ കോഡിലെ ഏത് വകുപ്പാണ്? 124A. റിസർവ് ബാങ്കിൻ്റെ ഏജൻസി ബാങ്കായിട്ട് എംപാനൽ ചെയ്ത ബാങ്ക് ഏതാണ്? CSB ബാങ്കാണ്. റിസർവ് ബാങ്കിൻ്റെ ഏജൻസി ബാങ്കായിട്ട് എംപാനൽ ചെയ്ത ബാങ്ക് CSB ബാങ്ക്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ സ്വതന്ത്ര ഡയറക്ടറായിട്ട് നിയമിതയായത് ആരാണ്? രാധാ ഉണ്ണിയാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ സ്വതന്ത്ര ഡയറക്ടറായിട്ട് നിയമിതയായത്. അടുത്ത ചോദ്യം നോക്കാം. ബിറ്റ്കോയിൻ ഇന്ത്യയിൽ കറൻസി ആയിട്ട് അംഗീകരിക്കില്ല എന്ന് അഭിപ്രായപ്പെട്ട ധനമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമനാണ് ബിറ്റ്കോയിൻ ഇന്ത്യയിൽ കറൻസി ആയിട്ട് അംഗീകരിക്കത്തില്ല എന്ന് അഭിപ്രായപ്പെട്ടത്. ICICI ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടറും CEOയുമായി വീണ്ടും നിയമിതനായത് ആരാണ്? സന്ദീപ് ബക്ഷിയാണ് ICICI ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടറും CEOയുമായിട്ട് വീണ്ടും നിയമിതനായത്. കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഭൂഗർഭ ജല മത്സ്യം, കോട്ടയത്താണ് ഇത് കണ്ടെത്തിയത്. ഹോറോഗ്ലാനിസ് പോപ്പുലിയാണ് കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഭൂഗർഭ ജല മത്സ്യം. പാലക്കാട് കരിങ്കൽ കുന്നുകളിൽ കണ്ടെത്തിയ ഔഷധ സസ്യത്തിൻ്റെ പേരെന്താണ്? അൽമേനിയ മൾട്ടിപ്ലോറ ആണ് പാലക്കാട് കരിങ്കൽ കുന്നുകളിൽ കണ്ടെത്തിയ ഔഷധ സസ്യം. അപ്പോൾ ഹോറോഗ്ലാനിസ് പോപ്പുലി എന്തായിരുന്നു? പുതിയ ഭൂഗർഭ ജലമത്സ്യമാണ്. കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഭൂഗർഭ ജലമത്സ്യമാണ് ഹോറോഗ്ലാനിസ് പോപ്പുലി. അൽമേനിയ മൾട്ടിപ്ലോറ എന്താ? പാലക്കാട് കരിങ്കൽ കുന്നുകളിൽ നിന്ന് കണ്ടെത്തിയ ഔഷധ സസ്യമാണ്. രക്ഷക് എന്ന പേരിൽ റോഡ് സുരക്ഷാ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷ. രക്ഷക് എന്ന പേരിൽ റോഡ് സുരക്ഷാ പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? ഒഡീഷയിലാണ്. യൂണിസെഫിൻ്റെ കണക്കുകൾ പ്രകാരം 2021 പുതുവർഷ ദിവസം ഏറ്റവും അധികം കുട്ടികൾ പിറന്ന രാജ്യം ഏതാണ്? യൂണിസെഫിൻ്റെ കണക്കുകൾ പ്രകാരം 2021 പുതുവർഷ ദിവസം ഏറ്റവും അധികം കുട്ടികൾ ജനിച്ച രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളുടെ സ്കൂളിൻ്റെ ബാഗിൻ്റെ ഭാരം അവരുടെ ശരീരഭാഗത്തിൻ്റെ 10 കൂടാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത പ്രദേശം ഡൽഹി. ഒന്നുകൂടി പറയാം. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളുടെ സ്കൂൾ ബാഗിൻ്റെ ഭാരം അവരുടെ ശരീരഭാഗത്തിൻ്റെ 10 കൂടാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്തത് എവിടെയാണ്? ഡൽഹിയിലാണ്. അടുത്ത ചോദ്യം നോക്കാം. സെൻറ്റർ ഫോർ വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എവിടെയാണ് വരുന്നത്? ചെന്നൈയിലാണ് അത് സ്ഥാപിക്കുന്നത്. സെൻറ്റർ ഫോർ വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എവിടെയാണ്? ചെന്നൈയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീ ആദിശങ്കരാചാര്യരുടെ പ്രതിമ പുനർനിർമ്മിക്കപ്പെട്ട സമാധിയും അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? കേദാർനാഥിലാണ്. നരേന്ദ്രമോദി ശ്രീ ആദിശങ്കരാചാര്യരുടെ പ്രതിമയും പുനർനിർമ്മിക്കപ്പെട്ട സമാധിയും അനാച്ഛാദനം ചെയ്തത് കേദാർനാഥിലാണ്, ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ. 2021 ഇന്ത്യൻ റെയിൽവേയുടെ മാപ്പിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂർ. 2021 ഇന്ത്യൻ റെയിൽവേയുടെ മാപ്പിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂർ. കേന്ദ്ര ജല കമ്മീഷനുമായി വെള്ളപ്പൊക്ക സാധ്യത മുൻകൂട്ടി അറിയാനുള്ള പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നത് ഗൂഗിളാണ്. കേന്ദ്ര ജല കമ്മീഷനുമായി വെള്ളപ്പൊക്ക സാധ്യത മുൻകൂട്ടി അറിയാനുള്ള പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നത് ഗൂഗിൾ. ഇന്ത്യയുടെ ആദ്യ ഇഗ്ലു കഫേ നിർമ്മിതമായത് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്, ഗുൽമാർഗിലാണ്. ഇന്ത്യയുടെ ആദ്യ ഇഗ്ലു കഫേ നിർമ്മിതമായത് ഗുൽമാർഗ്. ഓർമ്മ കൂടി ഒന്ന് പരിശോധിക്കട്ടെ. ഇടയ്ക്ക് നമ്മൾ പഠിച്ച 1-2 ചോദ്യങ്ങൾ റിവൈസ് ചെയ്യാം. ഇന്ത്യയിൽ പ്രളയ സാധ്യതാ ഭൂപടം തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതായിരുന്നു? കേരളം. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം മികച്ച കോർപ്പറേഷന് ലഭിച്ചത് കൊല്ലം. മണ്ണുത്തി വെറ്റിനറി സർവകലാശാല വികസിപ്പിച്ച സങ്കരയിനം കോഴി ത്രിവേണി. എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന ഭക്ഷ്യ പരിശോധന ലാബുള്ള ആദ്യ സ്ഥലം കേരളം. ഓപ്പറേഷൻ ഫോക്കസ് നമ്മൾ പറഞ്ഞില്ലേ, വാഹനങ്ങളിലെ അമിത തീവ്രതയുള്ള ലൈറ്റ് പിടികൂടുന്നതിനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഫോക്കസ്. അടുത്ത ചോദ്യം പഠിക്കാം. നമ്മൾ ആദ്യം ഓട്ടോമേറ്റഡ് ബീച്ച് ക്ലീനിങ് യന്ത്രം ഉപയോഗിച്ചത് എവിടെയാണ്? കൊല്ലത്ത്. ഓക്കെ. സംസ്ഥാനത്ത് ആദ്യമായി വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ കോഡിംഗ് പഠനം ഒരുക്കിയത് മലപ്പുറം ജില്ലാ പഞ്ചായത്താണ്.
കേരളത്തിലെ ആദ്യ മിനിയേച്ചർ എക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ മിനിയേച്ചർ എക്കോ ടൂറിസം പദ്ധതി എവിടെയാണ്? മലപ്പുറത്ത് കൊടികുത്തി മലയിലാണ് കേരളത്തിലെ ആദ്യ മിനിയേച്ചർ എക്കോ ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത്. മലപ്പുറം കൊടികുത്തി മലയിലാണ്. രാജ്യത്ത് ആദ്യമായി സ്കൂളുകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആരംഭിക്കുന്ന സംസ്ഥാനം കേരളമാണ്. രാജ്യത്ത് ആദ്യമായി സ്കൂളുകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആരംഭിക്കുന്ന സംസ്ഥാനം കേരളമാണ്. അടുത്ത ചോദ്യം നോക്കാം. കോവിഡ് അനന്തരം ഉണ്ടാകുന്ന ശാരീരിക മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായിട്ട് ആരംഭിച്ച പദ്ധതി ഏതാണ്? യോഗാമൃതം. യോഗാമൃതം പദ്ധതിയാണ് കോവിഡ് അനന്തരം ഉണ്ടാകുന്ന ശാരീരിക മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായിട്ട് ആരംഭിച്ച പദ്ധതി യോഗാമൃതം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ വിദ്യാഭ്യാസ സൗകര്യം ഉറപ്പു നൽകുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാകിരണം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ വിദ്യാഭ്യാസം സൗകര്യം ഉറപ്പു നൽകുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതി വിദ്യാകിരണം. വിദ്യാമിത്രമുണ്ട്. അതെന്താ? ഓൺലൈൻ പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് വിദ്യാമിത്രം. വിദ്യാമിത്രം എന്താണ്? ഓൺലൈൻ പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന കുടുംബശ്രീ പദ്ധതിയാണ് വിദ്യാമിത്രം. വിദ്യാകിരണം എന്താ? സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ വിദ്യാഭ്യാസ സൗകര്യം ഉറപ്പു നൽകുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാകിരണം. KSRTC സർവീസുകൾ നിലവിൽ ഇല്ലാത്ത ബസ് റൂട്ടുകളിൽ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ പ്രവർത്തിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി ഏതാണ്? ഗ്രാമവണ്ടി. ഏതാണ്? ഗ്രാമവണ്ടി. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഗുണഭോക്താക്കളായ കുടുംബങ്ങളെ അർഹരായവർക്ക് തൊഴിൽ നൈപുണ്യം നേടുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് ഉന്നതി. എന്താണ് ഉന്നതി? തൊഴിലുറപ്പ് പദ്ധതിയുടെ ഗുണഭോക്താക്കളായ കുടുംബങ്ങളിലെ അർഹരായവർക്ക് തൊഴിൽ നൈപുണ്യം നേടുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഉന്നതി. പിങ്ക് സുരക്ഷ കേട്ടിട്ടുണ്ടോ? പിങ്ക് സുരക്ഷ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട അവഹേളനങ്ങൾ, സൈബർ ലോകത്തെ അതിക്രമങ്ങൾ, പൊതു സ്വകാര്യ ഇടങ്ങളിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ട് കേരള പോലീസിൻ്റെ കീഴിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് പിങ്ക് സുരക്ഷ. പിങ്ക് സുരക്ഷ എന്താ? സ്ത്രീധനവുമായി ബന്ധപ്പെട്ട അവഹേളനങ്ങൾ, സൈബർ ലോകത്തെ അതിക്രമങ്ങൾ, പൊതു സ്വകാര്യ ഇടങ്ങളിലെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഇതൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് ആര് നടപ്പാക്കുന്ന പദ്ധതിയാണ്? കേരള പോലീസിൻ്റെ പദ്ധതിയാണ് പിങ്ക് സുരക്ഷ. റോമിയോ എന്താണ്? റോമിയോ പിങ്ക് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ബൈക്ക് പെട്രോൾ സംഘങ്ങളുടെ പേരാണ് റോമിയോ. ഓക്കെ. ഓൺലൈൻ പഠനത്തിന് മൊബൈൽ ഫോൺ വാങ്ങാൻ വായ്പ നൽകുന്ന സഹകരണ വകുപ്പിൻ്റെ പദ്ധതിയാണ് വിദ്യാതരംഗിണി. അപ്പോൾ നമ്മൾ കുറേ പഠിച്ചു. വിദ്യാകിരണം പറഞ്ഞു, വിദ്യാമിത്രം പറഞ്ഞു, വിദ്യാതരംഗിണി പറഞ്ഞു. കൺഫ്യൂഷൻ ആവില്ലേ? കിരണം എന്താ? വിദ്യാകിരണം എന്താ? വിദ്യാഭ്യാസ സൗകര്യം ഉറപ്പു നൽകുന്നതിന്, ഡിജിറ്റൽ വിദ്യാഭ്യാസ സൗകര്യം ഉറപ്പു നൽകുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് വിദ്യാകിരണം. വിദ്യാമിത്രം എന്താ? കുടുംബശ്രീയുടെ പദ്ധതിയാണ് വിദ്യാമിത്രം. അതോർക്കണം. ഓൺലൈൻ പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് വിദ്യാമിത്രം. വിദ്യാതരംഗിണിയോ? ഓൺലൈൻ പഠനത്തിന് മൊബൈൽ ഫോൺ വാങ്ങാൻ വായ്പ ലഭ്യമാക്കുന്ന സഹകരണ വകുപ്പിൻ്റെ പദ്ധതിയാണ് വിദ്യാതരംഗിണി. അപ്പോൾ വിദ്യാതരംഗിണി സഹകരണ വകുപ്പിൻ്റെയാണ്. അതെന്താ? ഓൺലൈൻ പഠനത്തിന് മൊബൈൽ ഫോൺ വാങ്ങാനായിട്ട് വായ്പ നൽകുന്ന പദ്ധതിയാണ് വിദ്യാതരംഗിണി. വിദ്യാമിത്രം കുടുംബശ്രീയുടെ പദ്ധതിയാണ്. ഓൺലൈൻ പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. യോഗാമൃതം നമ്മൾ പറഞ്ഞില്ലേ? കോവിഡ് അനന്തരം ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ, മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുടെയൊക്കെ പരിഹാരത്തിനായിട്ടുള്ള പദ്ധതിയാണ് യോഗാമൃതം. ഓക്കെ. ഇനി മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റ് ടു എനർജി പ്ലാന്റ് ആരംഭിക്കുന്ന കോർപ്പറേഷൻ ഏതാണ്? കോഴിക്കോടാണ്. മാലിന്യത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റ് ടു എനർജി പ്ലാന്റ് ആരംഭിക്കുന്ന കോർപ്പറേഷൻ കോഴിക്കോട്. മത്സ്യമേഖലയിലെ സംസ്കരണവും വിപണനവും വ്യാപിപ്പിക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് പരിവർത്തനം. എന്താ? മത്സ്യമേഖലയിൽ സംസ്കരണവും വിപണനവും ഒക്കെ വ്യാപിപ്പിക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതി പരിവർത്തനം. GST എന്ന നിലവിൽ വന്നത് 2017 ജൂലൈ 1. ഓക്കെ. സംസ്ഥാന GST വകുപ്പിൻ്റെ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരെന്താ? ലക്കി ബിൽ. ലക്കി ബിൽ എന്താ? സംസ്ഥാന GST വകുപ്പിൻ്റെ പുതിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ലക്കി ബിൽ. സംസ്ഥാന GST വകുപ്പിൻ്റെ പുതിയ പരസ്യവാചകം എന്താണ്? നികുതി നമുക്കും നാടിനും. എന്താണ് GST വകുപ്പിൻ്റെ പുതിയ പരസ്യവാചകം? നികുതി നമുക്കും നാടിനും. ഇന്ത്യക്കാരനായ ഏത് വ്യവസായിയാണ് ബ്രിട്ടീഷ് കോടതി പാപ്പരായിട്ട് പ്രഖ്യാപിച്ചത്? ആരാണ്? വിജയ് മല്യയാണ് ബ്രിട്ടീഷ് കോടതി പാപ്പരായിട്ട് പ്രഖ്യാപിച്ചത്. വിജയ് മല്യ. ഇന്ത്യക്കാരനായ ഏത് വ്യവസായിയാണ് ബ്രിട്ടീഷ് കോടതി പാപ്പരായി പ്രഖ്യാപിച്ചത്? വിജയ് മല്യ. ഇന്ത്യയിൽ ആദായ നികുതി ദാന ദിനം, ഇൻകം ടാക്സ് ഡേ ആയിട്ട് ആചരിക്കുന്ന ദിവസം ജൂലൈ 24. ഇന്ത്യയിൽ ആദായ നികുതി ദിനം എന്നാണ് ജൂലൈ 24. എത്ര രൂപയ്ക്ക് മുകളിൽ വാർഷിക വിറ്റുവരവുള്ള വ്യാപാരികളുടെ ഇടപാടുകൾക്കാണ് 2022 ഏപ്രിൽ 1 മുതൽ ഇൻവോയ്സിംഗ് നിർബന്ധമാക്കിയത്?
20 കോടി. 2022 ഡിസംബർ പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ഹരിയാനയാണ്. കേരളത്തിൻ്റെ സ്ഥാനം അറിയണ്ടേ? 3-ാം സ്ഥാനമാണ്. തൊഴിലില്ലായ്മ നിരക്ക് കുറഞ്ഞ സംസ്ഥാനം ഒഡീഷയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഹരിയാനയാണ്, ഏറ്റവും കുറഞ്ഞത് ഒഡീഷയാണ്. കേരളത്തിൻ്റെ സ്ഥാനം 3-ാമതാണ്. ഓക്കെ. ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള ഏതാണ്? മരച്ചീനിയാണ്. ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്നത് കൊല്ലത്ത് നിന്നുമാണ്. ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള മരച്ചീനി. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം ഏതാണ്? കൊല്ലത്താണ്. ഓക്കെ. നീതി ആയോഗ് ഊർജ്ജ കാലാവസ്ഥാ സൂചികയിൽ കേരളത്തിൻ്റെ സ്ഥാനം 2ാം സ്ഥാനമാണ്. അപ്പോൾ ഇത്രയും പഠിച്ചു വയ്ക്കുക. അടുത്ത ഓഡിയോ റിവിഷനുമായി പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.